കോൺഗ്രസ് ഭരണമുള്ള സഹകരണ ബാങ്കുകളിൽ ജോലി വാഗ്ദാനം ചെയ്ത് IC ബാലകൃഷ്ണന്റെ നിർദ്ദേശാനുസരണം പലരും വിജയന് പണം നൽകിയതിന്റെ ഉടമ്പടി രേഖ റിപ്പോർട്ടർ പുറത്തുവിടുകയാണ്. നിയമനം ലഭിക്കാതായതോടെ വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് NM വിജയൻ KPCC അധ്യക്ഷന് അയച്ച കത്തും റിപ്പോർട്ടറിന് ലഭിച്ചിട്ടുണ്ട്. വയനാട്ടിലെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണിപ്പോൾ NM വിജയന്റെ കുടുംബം. കോൺഗ്രസ് ഭരിക്കുന്ന സുൽത്താൻ ബത്തേരി അർബൻ ബാങ്കിലോ പൂതാടി സർവീസ് ബാങ്കിലോ അതുപോലെ മടക്കിമല സർവീസ് ബാങ്കിലോ ആദ്യം വരുന്ന ഒഴിവിൽ ഒന്നാം കക്ഷിയുടെ മകനെ നിയമിക്കാമെന്ന DCC പ്രസിഡന്റും MLAയുമായ ശ്രീ IC ബാലകൃഷ്ണൻ അവരുടെ നിർദ്ദേശത്തെയും ഉറപ്പിന്റെയും അടിസ്ഥാനത്തിൽ 30 ലക്ഷം രൂപ ഇതിലെ ഒന്നാം കക്ഷിയുടെ പക്കൽ നിന്നും കൈപ്പറ്റി ബോധ്യപ്പെട്ടു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ഈ 3 ബാങ്കുകളിൽ നേരത്തെ പറഞ്ഞ സുൽത്താൻ ബത്തേരി അർബൻ ബാങ്ക്, പൂതാടി സർവീസ് സഹകരണ ബാങ്ക്, മടക്കിമല സർവീസ് സഹകരണ ബാങ്ക്, ഇത് 3ഉം അന്ന് കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കുകളാണ്. അതുകൊണ്ട് തന്നെ ഈ ബാങ്കുകളിൽ ആദ്യം വരുന്ന ഒഴിവുകളിൽ ഈ പറയുന്ന കക്ഷിയുടെ മകനോ മകൾക്കോ കുടുംബാംഗങ്ങൾക്ക് നിയമനം നൽകാം. പകരം 30 ലക്ഷം രൂപയാണ് NM വിജയൻ മുഖാന്തരം MLA വാങ്ങിച്ചു എന്നാണ് ഇതിൽ പറയുന്നത്. വാങ്ങുന്നതിന് കരാറൊക്കെ ഒപ്പിട്ടിരിക്കുന്നു എന്നതാണ്. മാത്രമല്ല വിജയൻ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് KPCC പ്രസിഡന്റിന് കത്ത് നൽകിയതുമാണ്. IC ബാലകൃഷ്ണന് വേണ്ടി താൻ പണം വാങ്ങിയിട്ടുണ്ടെന്ന് എന്ന കത്തിൽ സമ്മതിക്കുന്നു. പക്ഷേ വലിയ ബാധ്യതയായി മാറി, അതൊരു സാമ്പത്തിക ബാധ്യതയായി തനിക്ക് മാറിയിരിക്കുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. ഈ പ്രശ്നത്തിൽ ഇടപെടണം എന്ന് KPCC നേതൃത്വത്തെയും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് എന്നതാണ്.